പിന്നെ കേക്ക് ഭയങ്കര എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്നോട് എൻ്റെ ഒരു കസിൻ പറയായിരുന്നു വീണ്ടും ഇതുപോലത്തെ ഒരു കേക്ക് ഓർഡർ ചെയ്യണം എന്നൊക്കെ. അപ്പം ഞാൻ ചേച്ചിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ കസിൻസിനൊക്കെ. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ പിന്നീടൊക്കെ കോണ്ടാക്ട് ചെയ്യുമായിരിക്കും അവർക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ. എന്തായാലും താങ്ക് യു ചേച്ചി. ഇന്നൊരു പുതിയ റെസിപ്പി ആയാലോ, അതും സ്വീഡിഷ് പ്രിൻസസ് കേക്ക്. നമ്മുടെ സ്വീഡൻ കൺട്രിയിൽ മാത്രം കിട്ടുന്നൊരു കേക്കാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും, പക്ഷെ റെയറാണ്. അധികം പേരൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് വന്നൊരു ഓർഡറാണ്. അമൃതയാണ് ഓർഡർ തന്നെ. അമൃതയ്ക്ക് ഇതുപോലെ റെയർ ആയിട്ടുള്ളൊരു ഫ്ലേവർ വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഫസ്റ്റേ പറഞ്ഞു ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് അറിയത്തില്ല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ചേച്ചി എനിക്ക് റെസിപ്പിയും കാര്യങ്ങളെല്ലാം അയച്ചു തന്നു. അത് പ്രകാരമാണ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് നമുക്ക് വാനില സ്പഞ്ച് വേണം. അത് ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കണമല്ലോ, ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാനില സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ. ഇനി വാനില സ്പഞ്ച് ചെയ്തിട്ട് അതിൽ നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് പാല് വെച്ചിട്ട് സോക്ക് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റും ചീസൊക്കെ കൂടി ഇട്ടിട്ട് നമ്മളൊരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് പൈപ്പിംഗ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ മാംഗോൻ്റെ പ്യൂരി, മാംഗോ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വെള്ളവും ചേർക്കാതെ പ്യൂരി ആക്കി എടുക്കുക. അതൊക്കെ അറിയാമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ചേർക്കുന്ന കസ്റ്റേർഡ് ഫില്ലിംഗ് ആണ്. അത് നമ്മൾ ഹോം മെയ്ഡായിട്ട് മുട്ടയൊക്കെ വെച്ച് ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ സാധാരണ ഒരു 2 ലെയറൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു ലെയറും കൂടെ വെച്ചിട്ട് വീണ്ടും നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും ചീസും വെച്ചിട്ടുള്ള ഫില്ലിങ് കൊടുത്തിട്ട് ഒരു ഡോം ഷേപ്പിലോട്ട് ആക്കുവാണ്. അതായത് ഇതൊരു ഡോം ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കവറിങ് ഒരു സംഭവം കണ്ടില്ലേ, ഗ്രീൻ കളറ് മാസിപ്പോൺ ടോപ്പിംഗ് ആണ്. അതായത് നമുക്ക് ഹെൽത്തി ഫോണ്ടൻറ്റ് എന്നൊക്കെ പറയാം, ഒറിജിനൽ ഫോണ്ടൻറ്റ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അതിലേക്ക് നമുക്ക് 400 ഗ്രാംസ് ഒരു സ്റ്റാൻഡ് മിക്സർ എടുത്തിട്ട് 400 ഗ്രാംസ് നമ്മുടെ ആൽമണ്ട് ഫ്ലോർ ഇട്ട് കൊടുക്കുക. പിന്നെ 300 ഗ്രാംസ് ഓഫ് നമ്മുടെ പൗഡർഡ് ഷുഗർ, പിന്നെ ഒരു 1-2 ഡ്രോപ്പ് ആൽമണ്ട് എസൻസ്. പിന്നെ നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. കൈ വെച്ചും കുഴച്ചെടുക്കാം, പക്ഷെ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. അപ്പം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു എഗ് വൈറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം പോരെങ്കിൽ ഒരു നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ കളറ് ലിക്വിഡ് കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ കോൺഫ്ലവർ വെച്ചിട്ട് ഒന്ന് നീഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമ്മൾ പരത്തിയെടുക്കുക. റോളർ വെച്ചിട്ട് സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ കേക്ക് ചെയ്യുന്നത്. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്, പക്ഷേ കവർ ചെയ്തപ്പോൾ പൊട്ടിയൊന്നും പോയില്ല കേട്ടോ. ആ ബാലൻസ് ഒന്ന് ഇതും കൊണ്ട് ആ ഒരു ചെറിയ ബീഡിങ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അടിപൊളി ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ നമുക്ക് മാസിപ്പോൺ വെച്ചിട്ട് തന്നെ നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാം. ആദ്യം കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ പരത്തിയെടുത്തു. ഇനി നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോസിൻ്റെ പെറ്റൽസ് പോലെയാവും കേട്ടോ. ഈ മാസിപ്പോണിൻ്റെ ഫോണ്ടൻറ്റിൽ തന്നെ നമ്മൾ കളറ് ഇട്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ കാണുമ്പോൾ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ തോന്നും, പക്ഷേ ഈ ഒരു ടോപ്പിങ്ങിന് ഭയങ്കര ടേസ്റ്റാണ്. ആൽമണ്ടാണല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത്, കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഷുഗർ ചേർക്കാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഫ്ലവറും കൂടി വെച്ച് കൊടുത്തു. അവർ തന്ന പിക്കിൽ ഫ്ലവർ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഒരു അപാകത പോലെ തോന്നി. അപ്പോൾ ലീഫും കൂടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ലീഫും കൂടി വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കപ്പ് കേക്ക്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫീഡ്ബാക്ക്സ് നിങ്ങൾ ഓൾറെഡി കേട്ടല്ലോ, അടിപൊളിയായിരുന്നു. അപ്പോൾ സാധാരണ ഇതിൻ്റെ അകത്ത് റാസ്ബെറി ഒക്കെയാണ് ചേർക്കുന്നത് ഫില്ലിംഗ് ആയിട്ട്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അതുകൊണ്ടാണ് മാംഗോ കൊടുക്കുന്നത്. നമ്മളെപ്പോഴും കഴിക്കാത്ത ഫ്ലേവർ കഴിച്ച് നോക്കണം, അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ബൈ.